വർഗീയത ആളിക്കത്തിക്കുന്ന പ്രസംഗവുമായി ജോൺ ബ്രിട്ടാസ്. പിന്നിൽ ആര്? മാധ്യമപ്രവർത്തകനും രാജ്യസഭാ അംഗവും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ജോൺ ബ്രിട്ടാസ് മുജാഹിദീൻ സംസ്ഥാന സമ്മേളന വേദിയിൽ വെച്ച് നടത്തിയ വർഗീയത ആളിക്കത്തിക്കുന്ന തരം പ്രസംഗത്തിൻ്റെ പേരിൽ വിവാദങ്ങൾ കത്തി പടരുകയാണ്. അതിതീവ്രമായ വർഗീയതയും നട്ടാൽ കുരുക്കാത്ത നുണകളും കൂട്ടിക്കുഴച്ച് ബ്രിട്ടാസ് നടത്തിയ പ്രസംഗത്തിൽ കേന്ദ്രം ഭരിക്കുന്ന BJP എന്ന പാർട്ടിയെ വെറുക്കപ്പെട്ടവരുടെ പാളയമാക്കി ചിത്രീകരിച്ചും ഇന്ത്യയിലെ 20 കോടിയോളം വരുന്ന മുസ്ലിം സമൂഹത്തിന് BJP കേന്ദ്ര ഭരണത്തിൽ അധികാരത്തിൻ്റെ അപ്പക്കഷ്ണങ്ങൾ വിളമ്പിക്കൊടുത്തില്ല എന്ന പരദൂഷണ പരിഭവവും ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു മുസ്ലിം സമുദായത്തെ വികാരപരമായി ഇളക്കിവിടാനുള്ള ഹീനമായ ശ്രമം ബ്രിട്ടാസ് നടത്തിയത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടവരെ ക്ഷണിച്ച് നടത്തുന്ന മുജാഹിദീൻ്റെ സമ്മേളനത്തിൽ BJPയിൽ നിന്ന് ശ്രീധരൻ പിള്ളയും പങ്കെടുത്തിരുന്നു. ആ വേദിയിൽ വെച്ചാണ് ഒരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ ഉയർത്തിക്കാട്ടി കേന്ദ്ര സർക്കാരിനെ അതിശക്തമായി ബ്രിട്ടാസ് വിമർശിച്ചത്. ഒരു കാലഘട്ടം മുഴുവൻ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം സമുദായങ്ങളെ പരസ്പരം ശത്രുക്കളെ പോലെ വീക്ഷിക്കാൻ പോലും പ്രേരിപ്പിച്ച ബാബറി മസ്ജിദ് തകർത്ത സംഭവത്തെ പോലും വർഗീയത കലർത്തി പൊലിപ്പിച്ച് കാട്ടിക്കൊണ്ട് മുസ്ലിം സമൂഹത്തെ കലാപത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഹീനമായ പ്രസംഗമാണ് ബ്രിട്ടാസ് നടത്തിയത്. ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഏതാനും ചില വാചകങ്ങൾ: RSSമായിട്ടുള്ള സംവാദം കൊണ്ട് അവരുടെ തനതായ സംസ്കാരത്തെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് മുജാഹിദിന്റെ ലീഡർഷിപ്പ് വിചാരിക്കുന്നുണ്ടോ? ഉണ്ടോ? 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 ഇല്ല. എന്താ ഉറക്കെ പറയാനൊരു മടി പോലെ? പറയണം. പാർലമെന്റ്, നിയമസഭകള്, സർക്കാർ, ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഇവിടെയൊക്കെയുള്ള പ്രാതിനിധ്യം എത്രയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ 20 കോടി വരുന്ന ഒരു ജനവിഭാഗത്തിന് അധികാരത്തിന്റെ ഏതെങ്കിലും തലത്തിൽ ഇതുപോലെ ഒരു നിസ്സാരത, ശൂന്യത അനുഭവിക്കേണ്ടതായി വരുന്നുണ്ടോ? ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറയായിരുന്നു, 2024 ഈസ് വെരി ക്രൂഷ്യൽ. 2024 നിങ്ങൾ നഗ്നമായ രാഷ്ട്രീയത്തിൽ ഇടപെടണമെന്നും ഞാൻ പറയില്ല ഒരിക്കലും. എല്ലാവരോടും കഴിഞ്ഞ ദിവസം ഇവിടെ ശ്രീധരൻപിള്ള എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്താണ് ഇവിടെ സംസാരിച്ചത്. സ്വാഭാവികമാണ്, നിങ്ങൾക്ക് എല്ലാവരെയും കൊണ്ടുവരേണ്ടി വരും. ഒരുപക്ഷെ ഈ ഇൻക്ലൂസിവിറ്റി അവർ നിങ്ങളോട് കാണിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതായത് അവരെ ഉൾക്കൊള്ളാൻ നിങ്ങൾ കാണിക്കുന്ന ആ താല്പര്യം നിങ്ങളെ ഉൾക്കൊള്ളാൻ അവർ കാണിക്കുമോ എന്നുള്ളൊരു ചോദ്യം അവരോട് നിങ്ങൾ ചോദിക്കണം. നിങ്ങളുടെ അണികളാണ് ഇപ്പൊ കൈയടിച്ചത്. എനിക്ക് അവിടെ ഇരിക്കുന്ന ഒരൊറ്റ ആളെ പോലും അറിയില്ല. ഒന്നും കൂടെ കൈയടിക്കേ. അതുകൊണ്ട് നിങ്ങൾ അവരെ ഉൾക്കൊള്ളുമ്പോൾ ചിന്തിക്കുക, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഭരിക്കുന്നവർ ഇന്ത്യയിലെ പിന്നോക്കക്കാരെയും ന്യൂനപക്ഷങ്ങളെയും ഉൾക്കൊള്ളാൻ തയ്യാറുണ്ടോ? തയ്യാറില്ലെങ്കിൽ അത് അവരുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ആർജവവും തന്റെ ഇടവും നിങ്ങൾ സ്വായത്തമാക്കണം. സ്വായത്തമാക്കാൻ കഴിയുമോ? കഴിയുമോ? കഴിയുമെങ്കിൽ ഒന്നും കൂടി കൈയടിക്ക്. ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിരിക്കുന്ന സദസ്സിനോട് തൻ്റെ വർഗീയത നിറഞ്ഞ വായ്ത്താരികൾക്ക് ജനങ്ങളുടെ പിന്തുണ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ കൈയടിക്കൂ, പിന്തുണയ്ക്കൂ എന്ന് പറഞ്ഞ് ആർത്തു വിളിക്കുന്നുണ്ട് ഈ രാജ്യസഭാംഗം. കഴിയുമെങ്കിൽ ഒന്നും കൂടി കൈയടിക്ക്. എനിക്ക് അവിടെ ഇരിക്കുന്ന ഒരൊറ്റ ആളെ പോലും അറിയില്ല. ഒന്നും കൂടെ കൈയടിക്ക്. നിങ്ങളുടെ അണികളാണ് ഇപ്പൊ കൈയടിച്ചത്. എന്തായാലും CPM എന്ന പാർട്ടിയുടെ ഇപ്പോഴത്തെ വർഗീയ അജണ്ടയുടെയും ഇസ്ലാമിക പ്രീണനത്തിൻ്റെയും ഏറ്റവും പുതിയ ദൃഷ്ടാന്തമാണ് കൈരളി ചാനലിൻ്റെ തലപ്പത്തുള്ള ബ്രിട്ടാസിൻ്റെ പ്രസംഗം. മുസ്ലിം സമുദായത്തിലെ ഭൂരിപക്ഷം പേരും കേന്ദ്രം ഭരിക്കുന്ന BJPയിൽ അംഗങ്ങളായിട്ടില്ല. ഇനി ആരെങ്കിലും ഒരാൾ BJPയിൽ എത്തിയാൽ തന്നെ ബ്രിട്ടാസിൻ്റെ പാർട്ടിയുടെ സൈബർ പോരാളികൾക്ക് അവരെ സംഘികളും കുലം കുത്തികളുമാക്കി ചിത്രീകരിക്കുന്നതാണ് പതിവ് കാഴ്ചകൾ. മതേതരത്വം, ജനാധിപത്യം എന്നൊക്കെ സദാ വിളിച്ചു പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ സ്ഥിരം പൊടിയിട്ട്
വളർന്ന ബ്രിട്ടാസ് സഖാവ് പച്ചവർഗീയത പുലമ്പിയപ്പോൾ PK ബഷീർ അടക്കമുള്ള നേതാക്കൾ ആ വേദിയിൽ വെച്ച് തന്നെ ഉരുളയ്ക്കുപ്പേരി പോലെയുള്ള മറുപടി ബ്രിട്ടാസിന് നൽകി ബ്രിട്ടാസിനെ പൊളിച്ചടുക്കി എന്നത് ആണ് ഒരു ആശ്വാസ വാർത്ത. മുസ്ലിം സമുദായത്തിൻ്റെ അട്ടിപ്പേറ് ഇപ്പോൾ പലരും ഏറ്റെടുത്തിരിക്കുകയാണെന്നും ശബാന കേസിലും ഇടതു സർക്കാരിൻ്റെ കാലത്തെ മതമില്ലാത്ത ജീവൻ പാഠപുസ്തക വിവാദത്തിലും വേണ്ടപ്പെട്ടവരെ തിരുത്താൻ ഇവരെ ഒന്നും കണ്ടില്ലെന്ന് അവർ ബ്രിട്ടാസിനോട് തിരിച്ചടിച്ചു. ഒരു കാലത്ത് CPM ബാന്ധവം ഉപയോഗിച്ച് മാധ്യമരംഗത്ത് ശോഭിച്ച ബ്രിട്ടാസ് തൻ്റെ ബന്ധങ്ങൾ ഉപയോഗിച്ച് നടത്തിയ PR വർക്കിലൂടെ കൂടിയാണ് പിണറായിക്ക് രണ്ടാം ഊഴം ഒരുക്കിക്കൊടുത്തത്. അതിന് പാരിതോഷികമായി തനിക്ക് രാജ്യസഭാംഗത്വം കിട്ടിയതോടെ പൂർണ്ണമായും സമർപ്പിത കമ്മ്യൂണിസ്റ്റായി മാറി ബ്രിട്ടാസ്. അങ്ങനെ പിണറായി ആശ്രിതൻ ആയ ബ്രിട്ടാസ് ഇപ്പോൾ പ്രസംഗിക്കുന്നത് ഹീനമായ വർഗീയ അജണ്ടയോടെയാണ് എന്നത് ഏറെ ലജ്ജിപ്പിക്കുന്നു. എന്തായാലും പിണറായിയുടെ അരുമശിഷ്യൻ നടത്തിയ വർഗീയ വിഷം കലർന്ന പ്രസംഗം ഗുരുവിൻ്റെ അറിവോടെയും ആശീർവാദത്തോടെയും തന്നെ ആകണം. എങ്കിൽ ബ്രിട്ടാസിൻ്റെ ഗുരു എത്ര വിദഗ്ധമായാണ് കേരള സമൂഹത്തിൽ വർഗീയതയുടെ വിഷം വിളമ്പി സമൂഹത്തെ വിഭജിച്ച് മുതലെടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് തിരിച്ചറിയുക.